ാണ് ബിരിയാണി ചോറ് എന്നാണ് നമ്മൾ ഇതിന് പറയുക. ഇതിന് ഇറച്ചിയോ മീനോ ഒന്നും ആവശ്യമില്ല, വെജിറ്റബിൾസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. കുറച്ച് ക്യാരറ്റ് മാത്രം ചേർക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ബിരിയാണിയാണ്. എന്നാലും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയുടെയൊക്കെ ഒരു ടേസ്റ്റും നമുക്കിതിന് കിട്ടും. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിപ്പ് കറിയോ അല്ലെങ്കിൽ തൈരോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും മതിയാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ചോറ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 കപ്പ് ജീരകശാല റൈസാണ്. ജീരകശാല റൈസിന് പകരം നിങ്ങൾക്ക് ബസ്മതി അരി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ പച്ചരിയുടെ ചോറ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പച്ചരി ഉപയോഗിച്ചിട്ടും ഇതുണ്ടാക്കാവുന്നതേ ഉള്ളൂ. 5 കപ്പ് റൈസ് എന്ന് പറയുമ്പോൾ ഒരു 7-8 ആളുകൾക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള റൈസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതേപോലെ വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഇതേപോലെ വെള്ളം ഒഴിച്ച് വെക്കുന്നത് നല്ലതാണ്. സമയം ഉണ്ടെങ്കിൽ വെക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂർ വെച്ചിരുന്നാൽ ചോറ് നല്ല പട്ട് പോലത്തെ ചോറ് എന്നൊക്കെ പറയാറില്ല.